പ്രിയ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട് ഒരു ക്വിസ് കോമ്പറ്റീഷൻ നടത്തിയാലോ? ഒന്നാമത്തെ ചോദ്യമാണ്, സമുദ്രമാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ സഞ്ചാരി ആരാണ്? വെരി ഗുഡ്. 1498 കോഴിക്കോട് ജില്ലയിലെ കാപ്പാടാണ് വാസ്കോഡ ഗാമ കാലുകുത്തിയത്. ബംഗാൾ കടുവ എന്നറിയപ്പെടുന്നത് ആര്? രണ്ടാം ചോദ്യമാണ്, ബംഗാൾ കടുവ. പറ. വിപിൻ ചന്ദ്രപാൽ. അതെ, ഇദ്ദേഹമാണ് ബംഗാൾ കടുവ എന്നറിയപ്പെടുന്ന ധീരദേശാഭിമാനി ബിപിൻ ചന്ദ്രപാൽ. അടുത്ത ചോദ്യം, ബംഗാൾ സിംഹം എന്നറിയപ്പെടുന്നത്? ബംഗാൾ സിംഹം അറിയോ? സിംഹം സിംഹം സുരേന്ദ്രനാഥ ബാനർജി. ഇദ്ദേഹമാണ് ബംഗാൾ കടുവ സുരേന്ദ്രനാഥ ബാനർജി. ഈ സുരേന്ദ്രനാഥ ബാനർജിയെ തന്നെയാണ് നമ്മൾ രാഷ്ട്രഗുരു എന്ന് വിളിക്കുന്നത്. മറന്നുകൊണ്ട, രാഷ്ട്രഗുരു ബംഗാൾ കടുവ എന്നെല്ലാം അറിയപ്പെടുന്നത് ആരെയാണ്? സുരേന്ദ്രനാഥ ബാനർജിയാണ്. അടുത്ത ചോദ്യം ഇതാണ്, ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം? ഒന്നാം സ്വാതന്ത്ര്യ സമരം അറിയോ? 1900 അല്ല, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ 1947. അതിനൊരു 90 കുറച്ച് നോക്ക്. 1857 മഹത്തായ വിപ്ലവത്തെയാണ് നമ്മൾ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്നത്. VD സവർക്കറാണ് ഈ വിപ്ലവത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിളിച്ചത്, മറക്കരുത്. അടുത്ത ചോദ്യമാണ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തുടങ്ങിയത് 1885. 1885 എന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തുടങ്ങിയത്? ക്രിസ്മസ് കഴിഞ്ഞ് 3 ദിവസം. എന്നാ ക്രിസ്മസ്? ഡിസംബർ 25. അപ്പൊ എന്നാ തുടങ്ങി INC? ഡിസംബർ 28. ഡിസംബർ 28. 1885 ഡിസംബർ 28 ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിന്റെ മൈതാനത്താണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചത്, ഓർക്കുക. അടുത്ത ചോദ്യമാണ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആണ്? INCയുടെ ആദ്യത്തെ പ്രസിഡന്റ് വലിയൊരു WC. വെരി ഗുഡ്. ഉമേഷ് ചന്ദ്ര ബാനർജി എന്ന WC ബാനർജിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ പ്രസിഡന്റ്. അടുത്ത ചോദ്യമാണ്, എന്നാണ് അംബേദ്കർ ജയന്തി? അംബേദ്കർ ജയന്തി വിഷുവിന്റെ അന്നാ? ഏപ്രിൽ 14. വെരി ഗുഡ്. നമ്മുടെ ഭരണഘടനാ ശില്പിയായ അംബേദ്കറുടെ ജയന്തി ഏപ്രിൽ മാസത്തിലെ 14-ാം തീയതിയാണ്. അടുത്ത ചോദ്യമാണ് അമ്പാടി, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടന്റെ പ്രധാനമന്ത്രി ആരാണ്? ക്ലെമന്റ് ആറ്റ്ലി. ഓക്കെ, ഇദ്ദേഹമാണ് ക്ലെമന്റ് ആറ്റ്ലി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം അനുവദിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് ക്ലെമന്റ് ആറ്റ്ലി. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന ആരാണ്? ദാദാഭായ് നവറോജി. ഓക്കെ, ഇദ്ദേഹമാണ് ദാദാഭായ് നവറോജി. ഇന്ത്യൻ എക്കണോമിക്സിന്റെ പിതാവ്, ഇന്ത്യൻ പൊളിറ്റിക്സിന്റെ പിതാവ്, ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നെല്ലാം അറിയപ്പെടുന്നത് ദാദാഭായ് നവറോജിയാണ്. ഇന്ത്യൻ നാഷണൽ ആർമി അഥവാ INA രൂപീകരിച്ചത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ്. യെസ്, നേതാജി സുഭാഷ് ചന്ദ്രബോസ് ബ്രിട്ടനെതിരെ പടപൊരുതാൻ രൂപീകരിച്ച ആർമിയാണ് ഇന്ത്യൻ നാഷണൽ ആർമി. അടുത്ത ചോദ്യമാണ്, നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. ആരാം പാടി അങ്ങനെ പറഞ്ഞേ? സുഭാഷ് ചന്ദ്രബോസ്. ദില്ലി ചലോ എന്നെല്ലാം പറഞ്ഞ നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ പ്രശസ്തമായൊരു വചനം തന്നെയാണ്, നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. INCയിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ തീവ്രവാദികളുടെ നേതാവ് ആരാണ്? തിലകൻ, ബാലഗംഗ തിലകൻ. ജന്മനാ വിപ്ലവകാരി, മരണം വരെയും വിപ്ലവകാരി എന്നറിയപ്പെടുന്ന ബാലഗംഗ തിലകനാണ് INCയിലെ തീവ്രവാദികളുടെ നേതാവ്. ലോകമാന്യ എന്നറിയപ്പെടുന്നതും ഇതേ ബാലഗംഗ തിലകൻ തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോകളുമായി ഇനിയും ഞങ്ങൾ വരുന്നതാണ്. ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യണം. ഓക്കെ, ബൈ ബൈ.